മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവേ, അങ്ങ് ഞങ്ങളെ അടിമനുഖത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു, ഞങ്ങളെ ഈ മരുഭൂമിക്കകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഈ ജനത്തെയും കൊണ്ട് മുന്നോട്ട് എനിക്ക് പോകണമെങ്കിൽ എനിക്ക് ഈ ജനത്തിൻ്റെ സപ്പോർട്ടല്ല ആവശ്യം. ഭയങ്കര വെളിപ്പാടുള്ള വ്യക്തികൾക്ക് മാത്രം തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മോശ ദൈവത്തിനോട് ചോദിക്കുന്നത്. കർത്താവും ഒരു അല്പം മടിച്ചായിരിക്കും മോശയോട് സംസാരിച്ചത്. കാരണം 10-30 ലക്ഷം പേരുടെ ഒരു പാസ്റ്ററിനോടാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, അല്ലെങ്കിൽ എൻ്റെ കൃപ നിനക്ക് മതി, നീ മുന്നോട്ട് പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമുണ്ട്, ഇവൻ എന്നെ ചോദിക്കുമോ? ഉണക്ക വടിയുമാറ്റി മരുഭൂമിയിൽ 40 വർഷം നിന്ന ഈ വിക്കനായ ഇവനെ ഒറ്റ ദിവസം കൊണ്ട് പാസ്റ്ററാക്കിയ എന്നെയാണോ ഇവൻ ചോദിക്കുന്നത്? അതിനുശേഷം ഇന്നലെ കണ്ട ഈ ജനത്തിനെയാണോ ഇവൻ ആവശ്യം? പക്ഷെ മോശ ദൈവത്തെ ഞെട്ടിച്ചുകൊണ്ട് മോശ പറയുകയാണ്, ഈ ജനം എൻ്റെ കൂടെ വന്നിട്ട് എന്ത് കാര്യം? മുന്നോട്ട് നടന്ന് ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. നിങ്ങൾക്ക് പറയാൻ MLA MP അല്ലെങ്കിൽ മന്ത്രിമാരും മറ്റൊക്കെ ബന്ധം കാണാം. ഒരു പ്രതികൂലം കഷ്ടം വരുമ്പോൾ അയൽവാസിയും കാണൂല. പക്ഷേ നീ വിളിക്കേണ്ട രീതിയിലൊന്ന് വിളിച്ചാൽ നിനക്ക് നല്ല ആരോഗ്യമുണ്ട്. ഇപ്പോൾ നീ ഇവിടെ ഇരുന്ന് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ ആരും ഇറങ്ങി വരാത്ത ഐശ്വര്യക്കകത്തും സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും.